നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതെ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമസ്കാരത്തിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മളൊക്കെ തക്ബീർ കെട്ടിയതിന് ശേഷമായിരിക്കും അടുത്ത മുമ്പിലുള്ള സൊഫിൽ ഗ്യാപ്പ് കാണാം. അപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കണം. പക്ഷെ അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങനെ കയറി നിൽക്കുക? ജമാഅത്ത് നമസ്കാരത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ വലിയ യുക്തിയുണ്ട്. ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം, ഒരു ക്രമവും ചിട്ടയും അത് വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖലീഫമാർ ഇമാമ് നിൽക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിൽക്കുമ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കുന്നാണ് പറഞ്ഞത്. ഇമാമ് കൈകെട്ടുകയല്ല ചെയ്യുക, നോക്കി ആ അണി വളരെ കൃത്യമാണ്. സുദ്ദുൽ ഫുറജ്, ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ഗൾഫിലൊക്കെ ഇമാമാർ തറാസോ സുദ്ദുൽ ഫുറജ് ഇതിങ്ങനെ പറയുന്നതാണ്. അണി ചേർന്ന് നിൽക്കുക, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുക എന്നിങ്ങനെ പറയുന്നതാണ്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തി സ്വലാന, അതായത് തക്ബീർ ചൊല്ലി സലാം വീട്ടുന്നതല്ല, അതിലുപരി അണികൾ ശരിയായി ഒപ്പിച്ച് നിർത്തുക എന്നതും നിസ്കാരത്തിൽപ്പെട്ടതാണെന്ന്, നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, അതിൽപ്പെട്ടതാണ് തന്നെ പറയുന്നത്. അത് നിലനിർത്തുന്നതിൽപ്പെട്ടതാണ്. വലാ തദഉ ഫുർജത്തൻ ലിശൈത്താൻ, പിശാചിന് കയറി വരാൻ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കരുത്. പിശാച്